വാർത്തകൾ വിശദമായി. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് വിധി പറയുന്നത്. അതേസമയം മാങ്കൂട്ടത്തിന് എതിരായ രണ്ടാമത്തെ പരാതിയിൽ യുവതിയുടെ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം. കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിൽ രാജ് ചേരുന്നു. രഞ്ജിൽ, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ഏറെ നിർണായകമായ ഒരു ദിവസം തന്നെയാണ്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയാൻ ഒരുങ്ങുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി സൂചിപ്പിച്ച പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയാൻ പോവുകയാണ്. ഇന്നലെയാണ് ഈ ഒരു കേസിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ ഒരു കേസ് പരിഗണിച്ചത്. 1.5 മണിക്കൂർ നീണ്ട ഒരു വാദത്തിനൊടുവിലാണ് ഇന്നത്തേക്ക് ഈ ഒരു കേസ് പരിഗണിക്കാനായിട്ട്, അല്ലെങ്കിൽ കേസിൽ ജാമ്യാപേക്ഷയിൽ വിധി പറയാനായിട്ട് മാറ്റിയത്. 1.5 മണിക്കൂർ നീണ്ട വാദപ്രതിവാദങ്ങൾ, അതായത് പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്നും നിരവധി തെളിവുകൾ ഹാജരാക്കിയും അതുപോലെ തന്നെ പ്രതിഭാഗം രാഹുൽ മാങ്കൂട്ടത്തിനെ അനുയോജ്യമായ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളാണ് ഹാജരാക്കിയത്. അതേ സമയം പ്രോസിക്യൂഷൻ ആകട്ടെ ഈ ഒരു കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് തെറ്റായി, അല്ലെങ്കിൽ ചെയ്തത് നീചപ്രവൃത്തിയായി എന്ന് തെളിയിക്കുന്ന തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. കേസിൽ കൂടുതൽ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷനോട് കോടതി പറഞ്ഞിട്ടുണ്ട്. ആ തെളിവുകൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഈ ഒരു കേസിൽ ജാമ്യാപേക്ഷയിൽ വിധി വരിക. എന്തായാലും ഈ ഒരു കേസിൽ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതിയും അതുപോലെ തന്നെ നിർബന്ധിച്ച് ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്നുള്ള ഒരു പരാതിയും കൂടിയാണ് നിലനിൽക്കുന്നത്. പക്ഷേ അതേസമയം ഇത് കെട്ടിച്ചമച്ച കേസാണ്, CPM-ഉം BJP-യും കൂടി കെട്ടിച്ചമച്ച കേസാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാദം. അതായത് ഇത് തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് തൻ്റെ പൊതുപ്രവർത്തന രംഗത്തെ തൻ്റെ ഈ ഒരു മുഖച്ഛായ മാറ്റാൻ, അല്ലെങ്കിൽ തന്നെ മനഃപൂർവ്വം ഈ രംഗത്ത് നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വമായ ശ്രമം നടക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നു വന്നതെന്നും താനും യുവതിയുമായി ബന്ധമുണ്ടായിരുന്നു, അത് ഇരുവരുടെയും സമ്മതപ്രകാരം, അതായത് ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഇത്തരത്തിൽ ഈ ഒരു ഗർഭചിത്രത്തിലുള്ള തീരുമാനമൊക്കെ എടുത്തത് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വാദിക്കുകയുണ്ടായി. പക്ഷേ അപ്പോഴും ക്രൂരതയ്ക്ക് അറുതിയില്ല, അല്ലെങ്കിൽ നടന്നത് ക്രൂരതയാണ് എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് കേസിൽ ഇപ്പോൾ ജാമ്യാപേക്ഷയ്ക്കായിട്ടുള്ള വിധി ഇന്ന് വരുന്നത്. ഇന്നലെ പരിഗണിച്ച കോടതി ഇനിയും തെളിവുകൾ ഹാജരാക്കണം, പ്രോസിക്യൂഷനോട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് പ്രകാരമാണ് ഈ ഒരു തെളിവുകൾ പരിഗണിച്ച ശേഷം ഇന്ന് കേസിൽ ഈ ഒരു ജാമ്യാപേക്ഷയിൽ വിധി പറയുക എന്ന് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ 8 ദിവസത്തോളമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചോ സുഹൃത്തായ ജോബിയെ കുറിച്ചോ യാതൊരു വിവരവും ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. രാഹുൽ കർണാടകയിലേക്ക് കടന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ വന്നിരുന്നു. അവിടെയും പോലീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തിയിരുന്നു. എന്നിട്ട് പോലും ഇതുവരെയും ഈ ഒരു MLA കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അതും ഇതിൽ എടുത്തു പറയേണ്ടതുണ്ട്. കേസ് പരിഗണിക്കവേ പ്രതിഭാഗം ആവശ്യപ്പെട്ടൊരു കാര്യം, മുൻകൂർ ജാമ്യാപേക്ഷ ലഭിക്കുന്നത് വരെ കേസിൽ അറസ്റ്റ് ഉണ്ടാകരുത് എന്നൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് അങ്ങനെ സാധിക്കില്ല എന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ഈ ഒരു ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. അതെല്ലാം തന്നെ ഇന്നലെ ഇത്തരം വാദങ്ങൾ ഉയർന്നതിന് ശേഷമാണ് ഇന്നത്തേക്ക് ഈ ഒരു കേസ് മാറ്റിയിരിക്കുന്നത്. ഈ ഒരു കോടതി ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ അടച്ചിട്ട മുറിയിലായിരുന്നു ഈ ഒരു കേസ് പരിഗണിച്ചത്. എന്തായാലും ഇന്ന് ഈ ഒരു കേസിൽ വിധി വരാൻ പോവുകയാണ് ദീപ്തി. അതുപോലെ തന്നെ ഈ ഒരു രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നതടക്കമുള്ള ഒരു സമ്മർദ്ദം പാർട്ടിക്ക് മേൽ ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അതുപോലെ തന്നെ ഈ ഒരു പാർട്ടിയുടെ മുതിർന്ന നേതാക്കളടക്കം പറയുന്നുണ്ട്, ഈ രാഹുലിന്റെ വിധി വന്നതിന് ശേഷം ഒരു നടപടിയിലേക്ക് കടക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇന്നലെ KPCC അധ്യക്ഷൻ പറഞ്ഞത് ഉടനെ ഒരു നടപടിക്ക് സാധ്യതയില്ല എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു വിധി വരുന്നത് രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിനെ തന്നെ നിർണ്ണയിക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കില്ലേ? തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കോടതി വിധിക്ക് ശേഷം തങ്ങൾ തീരുമാനം അറിയിക്കാം എന്ന് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ MLA സ്ഥാനത്ത് നീക്കുമോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പിരിച്ചുവിടുമോ എന്ന ചോദ്യങ്ങൾക്ക് നേതാക്കൾ പറയുന്ന ഉത്തരം കോടതി വിധിക്ക് ശേഷം തങ്ങൾ തീരുമാനം അറിയിക്കാം. നിലവിൽ ആദ്യമേ ഈ ഒരു പരാതി ലഭിച്ച സമയത്ത് തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്നും നീക്കി നിർത്തിയിരുന്നു, അതായത് സസ്പെൻഡ് ചെയ്തിരുന്നു എന്ന ഒരു വാദം തന്നെയാണ് ഇപ്പോഴും അവർ ഉന്നയിക്കുന്നത്. കൂടുതൽ നടപടികളിലേക്ക് കടക്കുമോ എന്ന ചോദ്യത്തിന് വിധി വന്നതിന്
അറിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കോടതി രാഹുൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിന് ശേഷം മാത്രം തങ്ങൾ തീരുമാനം അറിയിക്കാമെന്നാണ് ഇന്നലെ ഈ ഒരു സണ്ണി ജോസഫ് MLA അതുപോലെ തന്നെ മറ്റ് VD സതീഷിനും അതുപോലെ മറ്റ് നേതാക്കളൊക്കെ തന്നെ അറിയിച്ചിരുന്നത്. പക്ഷേ അതേസമയം രാഹുലിനെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നത്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ തന്നെ ഒരു വനിതാ നേതാവ് രാഹുലിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ തനിക്കെതിരെയും മോശം പെരുമാറ്റമുണ്ടായിരുന്നു. അതുമായി സംബന്ധിച്ച് ഷാഫി പറമ്പിൽ MP പരാതി നൽകിയിരുന്നു. പക്ഷെ അന്ന് യാതൊരുവിധ നടപടിയും എടുത്തിരുന്നില്ല. അല്ലെങ്കിൽ അന്ന് ഇത്തരത്തിൽ താൻ ആവശ്യപ്പെട്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അന്ന് ഇതിൽ യാതൊരുവിധ നടപടിയോ അല്ലെങ്കിൽ തൻ്റെ ഈ ഒരു താൻ ഉന്നയിച്ച ഈ ഒരു ആരോപണത്തിന് യാതൊരുവിധ പ്രതികരണമോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്ന് കോൺഗ്രസിൽ തന്നെ വനിതാ നേതാക്കൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ഒരു പരാതി കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലുള്ള 23-കാരിയായ പെൺകുട്ടി രാഹുലിനെതിരെ ഒരു പരാതി ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ തന്നെയും ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സണ്ണി ജോസഫിനും അതുപോലെ തന്നെ KPCC നേതൃത്വത്തിനും പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയിൽ നിന്നും മൊഴിയെടുക്കാനും പോലീസ് ഇപ്പോൾ നീക്കം നടത്തുന്നുണ്ട്. പെൺകുട്ടിയെ കണ്ടെത്തി മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലോട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടി ഈ ഒരു പരാതി അയച്ചത് മറ്റൊരു സുഹൃത്ത് വഴിയാണെന്നുള്ള ഒരു കാര്യം കൂടി അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ആ സുഹൃത്ത് ആരാണെന്നും അല്ലെങ്കിൽ യുവതി ആരാണെന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുവതിയെ കണ്ടെത്തി എത്രയും പെട്ടെന്ന് കേസിൽ മൊഴിയെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് അന്വേഷണ സംഘം ഇപ്പോൾ കടക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പോസിബിൾ ആണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. കാരണം ഈ ഒരു പരാതി ഉന്നയിച്ച സമയത്ത് തന്നെ ഈ ഒരു യുവതി പറഞ്ഞിരുന്നു തനിക്ക് നിയമവുമായി അല്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. കാരണം ഇത് വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു സംഭവമാണ്. അന്ന് തന്നെ ഇത്തരത്തിൽ പരാതി ഉന്നയിച്ചിരുന്നു. പക്ഷേ നിയമപരമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ കേസ് കൊടുക്കാതിരുന്നെന്ന് യുവതി പറയുന്നുണ്ട്. ഇനി ഒരിക്കലും ഇത്തരം ഈ ഒരു അനുഭവം വേറെ ആർക്കും ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ വീണ്ടും ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു പരാതി ഉന്നയിക്കുന്നതെന്നും യുവതി ആ ഒരു പരാതിയിൽ പറയുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ അന്വേഷണ സംഘം യുവതിയെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തിയാലും ആ ഒരു കേസ് എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന കാര്യത്തിലും ഇപ്പോൾ വ്യക്തതയില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഈ ഒരു യുവതിയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ FIR കൂടി ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പ്രോസിക്യൂഷൻ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 2 FIR ആയിരിക്കും ഇപ്പോൾ നിലവിൽ ഈ ഒരു ലൈംഗിക പീഡന പരാതിയിൽ ഉണ്ടായിരിക്കുക. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് രാഹുലിന് ഏറെ നിർണായകമായൊരു വിധി തന്നെയാണ്. ഈ ഒരു കേസിൽ ഈ ഒരു കേസിൽ കോടതി ജാമ്യം അനുവദിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഏറെ നിർണായകമായൊരു കാര്യം തന്നെയാണ്. രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു വിധി തന്നെയായിരിക്കും ഇന്ന് വരാൻ പോവുക. ദീപ്തി. രഞ്ജിൽ, വ്യക്തമാണ്. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിലാണ് വിധി പറയുന്നത്. അതേസമയം മാങ്കൂട്ടത്തിനെതിരായ 2ാമത്തെ പരാതിയിൽ യുവതിയുടെ മൊഴിയെടുക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. രഞ്ജിൽ രാജാണ് വിവരങ്ങൾ നൽകിയത്.